എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുമ്പോഴും ആകെ ഉള്ളത് ഒരേ ഒരു സാധനമാണ്. എന്തിന്? പ്രതീക്ഷ. ഹോപ്പ്. ഹോപ്പ്. ചന്ദ്രനൊക്കെ എങ്ങനെ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നല്ലേ ബാബുച്ചേൻ? സത്യം. ചിരി കണ്ട, ചിരിയൊക്കെ കണ്ടോ? ആഗ്രഹം പോലെ അവന് ലീഡർ ആവാൻ പറ്റുമോ? ഓ ലീഡർ ആവാൻ പറ്റുമല്ലോ ആഗ്രഹം. ഞാനിവിടെ ഇരുന്ന് വിസ്തരിച്ച ഇത് ഇവിടെ തീരത്തില്ല കണ്ണാപ്പി. ഞാൻ അതുകൊണ്ട് ഒന്നും പറയില്ല. നിന്നെ ഇതെല്ലാത്തിനും ഒരു റൂട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്നും എന്നും ഇരുന്നല്ലേ ലോകത്തിൽ ഏത് പ്രശ്നത്തിന്റെ റൂട്ട് എടുത്ത് നോക്കിയാലും കണ്ടാൽ മതി ഇപ്പൊ നിന്റെ പേരുണ്ടതില്. എല്ലാത്തിനും പണ്ട് അന്നും ഇന്നും എല്ലാം നിന്റെ വാ കൊണ്ടുണ്ടാക്കിയ ഒരു വെളിയാണ് ഇവിടെ വന്നിരിക്കണത്. ഇപ്പൊ തുടക്കക്കാരൻ ഞാനായി ബാബുച്ചേൻ. അതത്രേ ഉള്ളൂ, വേറെ ആർക്കും തരില്ല ക്രെഡിറ്റ്. ഇടയ്ക്ക് കയറിയൊന്നും റോളില്ല. തുടക്കക്കാരൻ എപ്പോഴും സ്നൈപ്പല്ലേ? അല്ല വേറെ പലവന്മാരും ഉണ്ട്. ബാലം വന്നില്ലെന്ന്. മെയിൻ അല്ലല്ല വാസനം കഴിഞ്ഞ നേരെ ബാലില്ല. അനാവശ്യമായി നമ്മുടെ ഗ്യാങ്ങോസ് ഇല്ലല്ലേ? ആ ഓടിച്ചോ. അല്ല ഇവിടെ നിന്ന് ഗ്യാങ്ങോസ് എടുത്ത് കളഞ്ഞാ അടിക്കണ പോട്ട് അവൻ കുറെ നേരം ഇടക്കിടക്ക് ഇങ്ങനെ പറയാൻ വയ്യ. ഡീഡോസ് അല്ലായിരുന്നു, എന്തോ ഫയൽ കറപ്ഷൻ ആയിരുന്നു സിറ്റിയില്. പിന്നെ നീ ആദ്യം പറഞ്ഞു കൊടുക്കാൻ ഇവിടത്തെ ഞാൻ ലൈവില്ലല്ലോ, പിന്നെ എവിടെ പറയാൻ? എല്ലാരും FPS മാറ്റിത്തരാം. FPS അല്ല 190 എടാ 90. ഇവിടെ ആരും എല്ലാരും ഉണ്ട്. ബാബു നീ വിളിക്കാറ് 92 റേഡിയോ 92 82 ഡിലീറ്റ് ചെയ്താ 92. ആ ഇങ്ങനെ പറ, ഇപ്പഴല്ലേ മനസ്സിലായത്. ഇത് അണ്ണനെ കേടാൻ പറ്റൂലേ? ഓ എല്ലാരും ഇത് മറ്റൊരു കാരണം. ബാബു PM-ന്റെ സിറ്റുവേഷനിലെ നിന്റെ ക്യാരക്ടർ നീ കണ്ടായിരുന്നാ? എന്റെ ക്യാരക്ടറോ? ഞാൻ കണ്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും അല്ല, എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഗസ്റ്റ് റോള്. ഉള്ള കാര്യം പറയില്ല. അതെന്റെ ഒരു ഉണ്ട കണ്ണും മൂണ്ടിയും എന്തിനുണ്ടാക്കി വെച്ചിട്ട് കാണുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ ഹലോ സജോനെ. അണ്ണാ എന്താ പരിപാടി? ഇങ്ങനെ നിക്കണ്. ആണോ? കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ ഫ്രീ ആണ്. ഫ്രീ ആകുമ്പോ വിളിക്കും. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. ഇനി നന്നാവാൻ പോണം. ഈ അടിയും പിടിയൊക്കെ നിർത്തി നന്നാവാൻ പോണം. പഠിക്കാൻ പോണം, സ്കൂളിൽ പോകാൻ പോണം. അടിയും പിടിയും നീ നിർത്തണം. അല്ല അത് നിർത്തണം. നിന്റെ അവസാനത്തെ അടിയും പിടി ആയിരിക്കണം. ഞാൻ പറയാ നിന്റെയൊക്കെ അവസാനത്തെ നിന്റെയൊക്കെ അടിപിടി കാരണമാണ്. വേറെ ആരെങ്കിലും പറഞ്ഞ നീ കണ്ണാടി പോയിരുന്ന് പറയണേ. നീ ഇത് എന്റെ അടുത്ത് പറയണത്. ഇതിന്റെ പേര് രണ്ടും കൂടെ ഇവിടെ അടി വെക്കല്ലേ നീ? നമുക്ക് എന്താ അടി ആവശ്യം? വയ്യ ഇനി അടി കാണാൻ വയ്യ. അടി കണ്ട് പാടിത്ത്. എന്നാലും ചന്ദ്രൻ ആ ഒരു വിഷമം അല്ലേ? ഒന്നും ഇല്ലല്ലേ ബാബുശ്ശേൻ? ചന്ദ്രൻ അങ്ങനെയാണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എന്ത് നടത്തും എന്നല്ല, ഇനി എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി നീക പെട്ടെന്ന് വണ്ടി എടുത്ത് കടലിട്. നീക വണ്ടി എടുത്ത് പെട്ടെന്ന് കടലിട്. നമ്മുടെ പയ്യനാണ്, പാവമാണ്, പറ്റിക്ക് എളുപ്പമാണ്. ആവശ്യമായിട്ട് ഇങ്ങനെ എല്ലാം പറ്റിയടാ.
ചന്ദ്രൻ നീ ഒരു ഏകാന്തതയിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്ത് പറ്റി ചന്ദ്രൻ 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 എന്ത് എന്തൊരു മൂഡ് മൂടപ്പുണ്ട് പറ, എന്തൊരു പറ, മൂടപ്പുണ്ട് എന്തൊരു മൂടപ്പുണ്ട് പ്ലാൻ രണ്ടെണ്ണം കൂടെ പ്ലാൻ ചെയ്തിട്ട് പണ്ണാ വന്ന ബാബു. അല്ലല്ല സത്യമായിട്ട് അല്ല സത്യമായിട്ട് ഞാൻ ഒരു കാര്യം ചന്ദ്രൻ ഈ അല്ലല്ല, പേടി ഒന്ന് പണ്ട് മാറ്റി നീ ഇങ്ങനെ നമ്മള് അല്ല, ഞാൻ ഒറ്റ നമ്മള് കാര്യം പറയുന്നത്. മനസ്സിലായില്ലേ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥ നിൽക്കണം ഇപ്പൊ അല്ല, ഈ അല്ല. പേടിയൊക്കെ വെച്ചോണ്ടിരുന്നത് കാര്യം അല്ലല്ലേ നമ്മളിപ്പോ ചോദിക്കാൻ കാരണം ചന്ദ്രു പണ്ട് നീ കിടന്ന് കാല് തെറ്റി വീണാ ചന്ദ്രൻ ചിരിക്കുവായിരുന്നു അവിടെ അത്രയും പൊട്ടിത്തെറിച്ചുകൊണ്ട് ചന്ദ്രൻ എന്ത് ചിരിക്കാൻ എന്ത് പറ്റി എന്തോ ചന്ദ്രൻ അതല്ലേ വിഷമമുണ്ട് അതാണ് മൂഡ് ഓഫ് ചോദിച്ചത്. എന്തിനും ചോദിച്ചത് മൂഡ് ഓഫ് അതാണ് എന്തിനും മൂടോഫ് ശരിക്കും. ചന്ദ്രൻ. ഞെക്കാ ചന്ദ്രൻ. ചിരിച്ചായിരുന്നു. ഇല്ല ഇല്ല ചിരിച്ചില്ല നമ്മളിപ്പുറത്തെ സ്ക്രീനിൽ കാണാൻ ചിരിച്ചോ ഇല്ലെന്നൊക്കെ എടാ, മെച്ചപ്പട്ടി കണ്ണം മോനെ ഓ ബാബുചേട്ടൻ പിന്നെ സ്ക്രീൻ എടുത്ത് വെക്കത്തേ ഇല്ലല്ലോ ഞാൻ വെച്ചിട്ടൊന്നുമില്ല മൊബൈലിലാണ് കാണുന്നത് ചന്ദ്രൻ പറ എന്ത് പറ്റി ചന്ദ്രൻ കാര്യം പറ ഏ? സീരിയസ് ആയിട്ട് ചോദിച്ചാ ഊക്കാനൊന്നുമല്ല സീരിയസ് ആയിട്ട് ചോദിച്ചാ പറ എന്തിന് എന്ത് പറ്റി വിഷമം എന്തോന്നും നിനക്ക് വിഷമല്ലേ? സന്തോഷാണാ? സന്തോഷം ഉണ്ടോ വിഷമില്ല ചന്ദ്രൻ നമ്മൾ അങ്ങനെയല്ല മനസ്സിലായില്ലേ സന്തോഷം അല്ല വിഷമം കാണിക്കാനാണെങ്കിൽ നമുക്ക് നമ്മൾ എല്ലാരും പോലെ വിഷമം കാണിച്ച് ചന്ദ്രു, എല്ലാരും ഞാനട്ടെ. വിഷമിപ്പിക്കേണ്ടി വരും ചന്ദ്രൻ അങ്ങനെയാണ് നാളെ നമുക്കൊരു വിഷമം വന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ വിഷമത്തോടെ ഇരിക്കാൻ പറ്റുമോ ചന്ദ്രു അല്ല, നമ്മൾ നീ ബാക്കി പറഞ്ഞ കാര്യം വെളിയിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ചന്ദ്രു വിഷമത്തോടെ ഇരിക്കാൻ ചന്ദ്രു പറ്റുമോ പലരും ഇവിടെ നമ്മുടെ വിഷമം കാണാനല്ലേ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇരിക്കുന്നത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചിരിച്ചിരുന്നാലും നമ്മൾ ഉള്ളിൽ വിഷമം കാണണം അത്രേ ഉള്ളൂ ചന്ദ്രു. ചന്ദ്രു അതല്ലടാ ഈ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെ ചെയ്യുന്നുള്ളല്ലേ കാര്യമുള്ളൂ വിഷമിക്കുന്നത് അത്രേ ഉള്ളൂ. സന്തോഷിക്കുന്നത് ആ. ചിരിക്കുന്നതല്ലേ നമ്മൾ ചെയ്യും ചന്ദ്രു നമുക്ക് ചന്ദ്രു, ഇരം കടന്നു പോകും അല്ല, നീ ഈ നാ- കടലിന്റെ അപ്പുറത്ത് അടുത്ത നീ- ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നു അതല്ല ബാബു ചേട്ടൻ നീ ഇനി നമ്മൾ നാളെ happy പോയിട്ട് ആയിട്ടിരുന്നാലേ വരും. ആ ചന്ദ്രു അത് പറയാൻ മതി കേട്ടാ. നീ ഒന്ന് പോയിക്കൊള്ളേ അതുകൊണ്ടാണ് എല്ലാ ചന്ദ്രന്റെ തല അടിച്ചു തന്നിട്ട് പോകുന്ന കേട്ടോ ഞാൻ അല്ല, നാളെ സ്വിറ്റ്സർലാൻഡ് വരെ പോകാന്ന് സ്വിറ്റ്സർലാൻഡ് ഒന്നും അല്ല ഞാൻ നാട്ടിൽ ബംഗാൾ വരെ പോകുന്നുണ്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് വരത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അമ്മ അപ്പ ഗ്രേബയാർ കാണണം എന്തോ കുടിമാടം ഇല്ലടാ കൊടിമരോ ഇട കുടിമാടം ഇട ഗ്രേബയാർഡ് ഇട ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടി അതെ ഒന്ന് കാണാൻ പോണം ആണ്ട് പരിപാടി ആരുടെ ബാബുചേട്ടൻ്റെ അച്ഛന്റെ അച്ഛന്റെ അമ്മയുടെയും ഓക്കെ 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 അതെവിടാണ് ബംഗാൾ നമ്മളെ കുടുംബ വീടിന്റെ 3 മീറ്റർ അപ്പുറത്ത് ഓക്കെ ഓക്കെ അപ്പൊ എന്ത് ഇതിപ്പോ ഇത്ര കുറച്ച് വർഷം ദിവസമായി കുറച്ച് ദിവസമായി ഞാനല്ല ഓക്കേ, പോയിട്ട് ഓക്കേ, വരാം എന്തായാലും പോയിട്ട് പോയി പോയിട്ട് കണ്ട് വരാം. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പൊ ചടങ്ങുകളാണ്. കുറച്ച് ദിവസത്തേക്ക് കാണില്ല അപ്പൊ എവിടാ മറ്റേ ചടങ്ങുകളൊക്കെ എവിടാ കാശിയിലായിരിക്കല്ലേ കാജി നിനക്ക് എങ്ങനെ അറിയാം നിനക്ക് അച്ഛയില്ലായിരുന്നല്ലോ ആ എനിക്ക് നമുക്ക് അറിയാലോ കാശിയിലായിരിക്കല്ലോ എല്ലാരും കൊണ്ട് ഒഴുക്കുന്ന അച്ഛനെ ഓക്കെ ശരി ചിലമാരെ അച്ഛനെ കൊണ്ട് കൊല്ലാൻ വിടുന്ന കാശിയില്ല ഓക്കെ ഞാൻ അവിടെ പോകുമ്പോ ഉണ്ടെങ്കിൽ പറയാണെങ്കിൽ നല്ലൊരു അച്ഛൻ നിനക്ക് എനിക്ക് വേണ്ട ഏതെങ്കിലും താടിയുള്ള ഒരു സമയം കാണുവാണെങ്കിൽ ബാബുചേട്ടനോട് അച്ഛാന്ന് വിളിച്ചോ ഓക്കെ അല്ലേ ഞാൻ എന്റെ അച്ഛനെ ഒഴുക്കാനല്ല പോണത് ഈ ഒഴുകി വന്നവന്മാർ അച്ഛനെ കൂടെ ഞാൻ തപ്പിത്തരാം അവിടെ നിന്ന് വേണ്ട എനിക്ക് അച്ഛന വേണ്ട ചുമ്മാ ഇരിയെടാ, ഒന്നും ചത്തടക്കം വച്ചിരിക്കണം. അല്ല അതാണ് അല്ലല്ലേ ഇത് പണ്ട് മുതലേ പക്ഷേ ബാബുചേട്ടൻ ഇപ്പൊ ആൾക്ക് ചിരി വന്നു കേട്ടോ ചിരി ആൾക്ക് വന്ന്. ചിരി വന്ന് ഇപ്പൊ ആൾക്ക് നീങ്ങനെ ചിരി വന്നു പറഞ്ഞപ്പോ ചിരി വന്നില്ല കേട്ടോ. കേട്ടോ കണ്ണമ്മോനെ പറഞ്ഞപ്പോ ചിരി വന്ന് ആ പൊട്ടിച്ചിരിക്കുന്ന ആള് കേട്ടാ ഇപ്പൊ മനസ്സിലായോ ബാബുചേട്ടൻ ഇപ്പൊ മനസ്സിലായോ അണ്ണം പോയാലൊന്നും ഒരു ഒരു വിഷമമില്ല പ്രശ്നമല്ല അതൊന്നും ഒരു ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല. അടുത്ത leader വെളിയിൽ പോകേണ്ടി വരും. സർക്കാർ കയറാനും വരുന്നില്ല, ഇപ്പൊ ഫുള്ളായിട്ട് കത്തിപ്പോയി ചെയ്തു. ലൈക്ക് എല്ലാം മനസ്സിലായ